എല്ലാവർക്കും സുഖമല്ലേ? ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ 10 മിനിറ്റിൽ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്ന് റെഡിയാക്കാൻ പോണേ. 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിടാം. ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് 2 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം മാറാനായിട്ട് ഒരു അരിപ്പയിൽ വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ വെള്ളം നല്ലോണം ഒന്ന് തിളക്കട്ടെ. 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള് ചേർക്കുന്നുണ്ട്. വെള്ള എള്ളിന് പകരം കറുത്ത എള്ള് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. വെള്ളം മാറാനായിട്ട് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഫൈൻ അരിപ്പൊടിയാണ് ചേർക്കണേ. അരിപ്പൊടി ചേർത്തിട്ട് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. മാവ് തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിക്കോളൂ. കുറവ് തോന്നുകയാണെങ്കിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 കൈയിലും കുറച്ച് എണ്ണ തൊട്ട് പരട്ടിയിട്ട് നമുക്ക് ഈ മാവ് ഷേപ്പ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പ് റെഡിയാക്കി എടുക്കുക. ഇതുപോലെ സിലിണ്ടർ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കണേ. ഈ മാവ് മുഴുവൻ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. എല്ലാം ഷേപ്പ് ആക്കി എടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഹീറ്റ് ആവരുത്. ഈ സമയത്ത് തന്നെ നമുക്ക് സ്നാക്ക് ഇട്ട് കൊടുക്കണം. ഇട്ടതിൻ്റെ ശേഷം 1 സെക്കൻഡ് ഇത് മിക്സ് ചെയ്യേണ്ട. ഒന്ന് റെഡി ആയതിൻ്റെ ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. നമുക്ക് സ്നാക്ക് റെഡി ആയിട്ട് ഈ ഫ്ലെയിം സിമ്മിലും മീഡിയത്തിലും വെച്ച് മാറി റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ആയിക്കോളൂ. നമുക്ക് അടുത്ത ട്രിപ്പ് റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. 10 മിനിറ്റ് പോലും വേണ്ടാട്ട പിള്ളേർക്ക് റെഡിയാക്കി കൊടുക്കാനായിട്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.